പുതിയതായി വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ കുളമോ വെള്ളക്കെട്ടോ മറ്റോ ഉണ്ടെങ്കിൽ മിക്കവരും ആദ്യം ചെയ്യുന്നത് അത് നികത്തലാണ്. എന്നിട്ട് വേനലാകുമ്പോൾ മഴയെ പഴിക്കും. ഇത്തവണ നാം നേരിട്ടത് കടുത്ത വരൾച്ച. വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നു. കുളങ്ങളും തടാകങ്ങളും ഓരോന്നായി നികത്തുമ്പോൾ ആരും അറിഞ്ഞില്ല ചെയ്തികളുടെ ഫലം അനുഭവിക്കുമെന്ന്. എരമംഗലം മുളമുക്കിൽ ഭൂമാഫിയക്കാർ മണ്ണിനോട് ചേർത്ത് വലിയ കുളം മറവ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു, നാടിന്റെ ആശ്രയമായ കുളം നികത്തരുതെന്ന്. ആരും കേട്ടില്ല. ആരൊക്കെയോ കൂട്ടുനിന്നു. കുളം എന്നത് മാറി മാലിന്യം നിക്ഷേപിക്കാനുള്ള കുഴിയായി. മാലിന്യക്കുട്ടിയായി മാറിയ കുളത്തോടൊപ്പം ഒരു പ്രദേശവും കുടിവെള്ളത്തിന് ദാഹിച്ചു. എന്നാൽ ഒരാൾ നാടിന്റെ നൊമ്പരം കണ്ടറിഞ്ഞു. വലിയ പരിസ്ഥിതി പ്രവർത്തകനൊന്നുമല്ല, മുളമുക്കുകാരനായ സക്കീറിന് മണ്ണിന്റെയും മനുഷ്യന്റെയും നൊമ്പരമറിയാം. പഴയ കാലത്തുണ്ടായിരുന്ന കുളമാണിത്. അപ്പോൾ അതിനെ എല്ലാവരും കൂടെ മൂടിക്കളഞ്ഞ് അതൊന്ന് ക്ലിയറാക്കി എടുക്കുക. പിന്നെ എല്ലാവർക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ അത് ഗുണം ചെയ്യും. പേര് ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന നിലക്കുള്ളൊരു അവിടെ ഞാൻ കിണർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെള്ളം അത്യാവശ്യത്തിലേറെ കിട്ടും. ഭൂമാഫിയക്കാരുടെ കയ്യിലായിരുന്ന കുളം ഉൾപ്പെടുന്ന സ്ഥലം സക്കീർ വാങ്ങി. ആദ്യം കുളത്തിന് ഓക്സിജൻ നൽകി. നികത്തിപ്പോയ കുളം അടയാളം പറഞ്ഞ് കുഴിച്ചെടുത്തു. മൺമറഞ്ഞു കുളം 4 സെന്റ് സ്ഥലത്ത് പൂർവ്വസ്ഥിതിയിലായി. നാളേക്ക് വേണ്ടുന്ന മണ്ണും വെള്ളവും വീണ്ടെടുക്കുകയായിരുന്നു. ഇവിടെ എല്ലാ ജനങ്ങളും പഴയ കാലത്ത് എല്ലാവരും കുളത്തിൽ നിന്ന് കുളിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാലും കുളത്തിൽ നിന്നാണ് ഇവരൊക്കെ എല്ലാം കുളിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. എല്ലാതും മൂടിപ്പോയി. പിന്നെ ഉള്ളതൊക്കെ നശിച്ചെടുക്കുന്നൊരു ഇതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കുളിക്കാം. നല്ല വെള്ളമാണ്. നേരത്തെ പ്രദേശത്തെ കുളങ്ങൾ ധാരാളമാണ് നികത്തിയത്. സക്കീർ നൽകിയത് നല്ല സന്ദേശവുമാണ്. 3 ലക്ഷത്തിലധികം രൂപ ചെലവിട്ടാണ് കുപ്പത്തൊട്ടിയായി മാറിയ കുളത്തെ വീണ്ടെടുത്തത്. 4 വശം കെട്ടൽ പൂർത്തിയായാൽ എല്ലാം പഴയപടിയാകും. നാടിന്റെ പഴയ കുളം വീണ്ടും മാനം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. നാട്ടുകാർക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് ഈ കുളം കൊണ്ട് ഗുണമുള്ളൂ. കാരണം ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ തൊഴിൽ തന്നെ തെങ്ങേറ്റാണ്. അത് കഴിഞ്ഞെന്നാൽ വീട്ടിൽ വെള്ളമില്ല. ആദ്യമൊക്കെ ലാസ്റ്റ് എത്തുമ്പോൾ മഴ ചെയ്യാറുണ്ട്. ഇപ്പോൾ മഴയില്ല. ആ വെള്ളം മുഴുവനായിട്ട് ഇപ്പോൾ കുളം അന്വേഷിച്ച് നടക്കുക. ആ സ്ഥിതിക്ക് ഈ ഒരു കുളം വലിയ ഉപകാരമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരു തരി പോലും വെള്ളമില്ലാത്ത കണ്ടീഷനാണ് ഇപ്പോൾ ഈ ടൈം. അപ്പോൾ ആ നിലക്ക് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കുളം സ്ഥാപിക്കുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും. ജലസ്രോതസ് നികത്തിയാലുള്ള ഭവിഷ്യത്ത് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. കൊന്നു കുഴിച്ചു മൂടിയ കുളം വീണ്ടെടുത്തപ്പോൾ സമീപത്തെ മരങ്ങളിൽ നിന്ന് പറന്നുപോയ കിളികളും തിരികെ വന്നു. വെള്ളം കണ്ടത് ഓലിനാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരംകുത്തി കൂടൊരുക്കി. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.